ശരിക്കും മണ്ടന്മാരാണ് ഈ ഡിവൈഎഫ്ഐ SFI പിള്ളേരെ കൊണ്ടുവന്ന് അടി കൊള്ളിക്കുക, രക്തസാക്ഷി ഉണ്ടാക്കുക. എല്ലാ കാലത്തും അങ്ങനെയാണ്. പൊതുവെ ഇടതുപക്ഷം പ്രതിപക്ഷത്ത് വന്നു കഴിഞ്ഞാൽ മുഴുവൻ സമരമായിരിക്കും. അത് ഇതുവരെയുള്ള അനുഭവം എടുക്കുവാണെങ്കിൽ അങ്ങനെ തന്നെ. കാരണം ഈ ഡിവൈഎഫ്ഐ SFI പിള്ളേരെ കൊണ്ടുവന്ന് അടി കൊള്ളിക്കുക, രക്തസാക്ഷി ഉണ്ടാക്കുക, അത് എല്ലായ്പ്പോഴും എല്ലാ കാലത്തും അങ്ങനെയാണ്. ഈ ED അന്വേഷിക്കുന്ന കേസെല്ലാം ഏതാണ്ട് ഒരു 75-80% കറക്റ്റ് ആകട്ടോ. വീണ വിജയനെതിരെയുള്ള അന്വേഷണത്തില് ഇടതുപക്ഷത്തിലെ ഈ പിള്ളേർ SFI പിള്ളേരും ഡിവൈഎഫ്ഐക്കാരും സമരം ചെയ്യുന്ന എന്തിനാണെന്ന് എനിക്കറിയില്ല. കാരണം അത് പിണറായി വിജയനെതിരെയോ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം CPM-ന് ഒരു മെമ്പർഷിപ്പ് ഉള്ള ഒരു വ്യക്തി പോലും അല്ല വീണ വിജയൻ. അപ്പം വീണ വിജയൻ താമസിച്ച വീട്ടിൽ ED റെയ്ഡ് ചെയ്തു. അല്ലെങ്കിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്, കുടുംബ വീടായാലും റിയാസിന്റെ വീടായാലും പിണറായി സാഹിബിന്റെ വീടായാലും അതൊരു പ്രതിയുടെ വീടാണ് അവരെ സംബന്ധിച്ചോളം. അത് റെയ്ഡ് ചെയ്തതിന് ഈ ഡിവൈഎഫ്ഐ പിള്ളേരും SFI പിള്ളേരൊക്കെ പോയി അടികൊണ്ട് കേസാക്കി. ശരിക്കും മണ്ടന്മാരാണ്. കാരണം അവര് അതിനെക്കുറിച്ച് ചിന്തിക്കണമായിരുന്നു. കാരണം അദ്ദേഹം തന്നെ, പിണറായി വിജയൻ സാർ തന്നെ പിന്നെ ഇറങ്ങിയെന്ന് പറഞ്ഞു, എന്നെ ചോദ്യം ചെയ്തിട്ടില്ല, എൻ്റെ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുവാണെങ്കിൽ ഞാനൊരു രാഷ്ട്രീയ നേതാവാണ്, എൻ്റെ മകൾ ഒരു കേസിലെ പ്രതിയാണെങ്കിൽ എൻ്റെ മകൾ എൻ്റെ കൂടെ താമസിക്കുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് എൻ്റെ വീട്ടിലെ വരത്തുള്ളൂ. അത് എനിക്കെതിരെയുള്ള റെയ്ഡായിട്ട് പാർട്ടിക്കാർ കാണുന്നു, അല്ലെങ്കിൽ കാണിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ രീതിയിൽ കൊണ്ടുപോകുന്നു എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ അവരുടെ ഒരു നേട്ടത്തിന് വേണ്ടിയായിരിക്കല്ല, വേറെ ഒന്നുമല്ല.